ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഷഹറൂബ ഷമീൽ. ഞാൻ ഇന്നിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് കസ്റ്റാർഡ് ഫ്രൂട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഈ വേനൽക്കാലത്ത് നമ്മുടെ ശരീരം ഒന്ന് തണുപ്പിക്കാൻ ഏറ്റവും ബെസ്റ്റാണ് കസ്റ്റാർഡ് ഫ്രൂട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അതിനു വേണ്ടി 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. ഇത് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ പാല് നല്ലവണ്ണം തിളപ്പിക്കണം. അപ്പോൾ നമ്മൾ പാല് തിളപ്പിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പാല് അടിയിൽ പിടിക്കും. പാല് തിളച്ചതിന് ശേഷം വേണം നമുക്ക് ഇതിലേക്കുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ വളരെ ഈസിയാണ് ഈ കസ്റ്റാർഡ് ഫ്രൂട്ട് ഉണ്ടാക്കാൻ. എന്നാൽ ഭയങ്കര ടേസ്റ്റി ആയ റെസിപ്പിയാണിത്. ഈ വേനൽക്കാലത്ത് നമുക്ക് കൂടുതലായിട്ട് താല്പര്യം ഫ്രൂട്ട്സൊക്കെ കഴിക്കാനാണല്ലോ, അപ്പോൾ അതിന് പറ്റിയൊരു റെസിപ്പിയാണിത്. പാലിപ്പോൾ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 7 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കൂടുതൽ മധുരം വേണ്ടവർക്ക് ഇതിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. പഞ്ചസാര ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര ഇപ്പോൾ ഇവിടെ മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ കസ്റ്റാർഡ് പൗഡർ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി 1/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഈ പാലിനി കസ്റ്റാർഡ് പൗഡറിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി കസ്റ്റാർഡ് പൗഡറും പാലും നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കണം. കട്ട കെട്ടാതെ മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഞാനിവിടെ നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെയായി ഒഴിച്ചു കൊടുത്താൽ മതി. കുറേശ്ശെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ളത് കൂടി ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഒഴിക്കുന്ന കസ്റ്റാർഡ് ഇതിൽ കട്ട പിടിക്കാതെ നല്ല സ്മൂത്തായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് കുറുക്കിയെടുക്കുകയാണ് വേണ്ടത്. ഞാനിവിടെ വാനില ഫ്ലേവറിൻ്റെ കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഈ വാനില ഫ്ലേവർ ഇല്ലാത്ത കസ്റ്റാർഡ് പൗഡർ ആണെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്താൽ മതി. വാനില ഫ്ലേവർ ആവും നമ്മുടെ കസ്റ്റാർഡ് ഫ്രൂട്ടിന് കൂടുതൽ ടേസ്റ്റ്. കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റണം. പിന്നെ ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. 2 മിനിറ്റൊക്കെ ടൈം എടുക്കും ഇതൊന്ന് തിളച്ച് വരാനായിട്ട്. ഇതിപ്പോൾ നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അല്ലെങ്കിൽ നമ്മൾ കുക്ക് ചെയ്ത പാനിൽ തന്നെ വെച്ചുകൊണ്ടിരുന്നാൽ അതിൻ്റെ ചൂട് കൊണ്ട് ഇനിയും ഇത് തിക്കായി മാറും. അപ്പോൾ ഇനി ഇത് തണുക്കണം. തണുത്തതിന് ശേഷം വേണം നമുക്കിതിലേക്ക് ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാൻ. ഈ കസ്റ്റാർഡ് മിക്സ് പാട കെട്ടാതിരിക്കാൻ നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിയാലും ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ കസ്റ്റാർഡ് മിക്സൊക്കെ ഇവിടെ നല്ലവണ്ണം തണുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് കറുത്ത മുന്തിരി എടുത്തിട്ടുണ്ട്. കുരുവില്ലാത്ത മുന്തിരിയാണിത്. പിന്നെ കുറച്ച് പച്ചമുന്തിരി എടുത്തിട്ടുണ്ട്. നല്ല മധുരമുള്ള മുന്തിരി എടുക്കുക കേട്ടോ. കുറച്ച് ആപ്പിളും അതുപോലെ ചെറുതായി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നേന്ത്രപ്പഴം ചെറുതായി കട്ട് ചെയ്തെടുത്തതാണ്. കുറച്ച് മാംഗോ പീസും ഉണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കാം. 2 സ്ട്രോബെറി ചെറുതായി കട്ട് ചെയ്തെടുത്തതാണ്. ഈ അവസാനമായിട്ട് കുറച്ച് പോംഗ്രനേറ്റിൻ്റെ സീഡ്സ് എടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൂട്ട്സൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റണം. 2 മണിക്കൂറിന് ശേഷം എടുത്താൽ മതി. അപ്പോഴേക്കും നമ്മുടെ കസ്റ്റാർഡ് ഫ്രൂട്ട് നല്ല തിക്കായി വന്നിട്ടുണ്ടാവും. കുറച്ചും കൂടി നല്ല ടേസ്റ്റും ആയിരിക്കും തണുത്തതിന് ശേഷം കഴിക്കുകയാണെങ്കിൽ. ഈ കസ്റ്റാർഡ് ഫ്രൂട്ട് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യണേ. ഇനിയും ഇതുപോലുള്ള നല്ല റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.